ഹായ് ഫ്രണ്ട്സ്, പുതുമസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഓണക്കാലമൊക്കെ ആയല്ലോ. ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുടുംബാംഗങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് സദ്യ ഉണ്ണുക എന്നുള്ളതാണല്ലോ. അടുത്ത 10 ദിവസം പുതുമസ് കിച്ചണിൽ ഓണ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വടക്കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചത്, 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് 1 മണിക്കൂറിന് മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്, ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചത്, 1/2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 2 വലിയ പച്ചമുളക്, ഒരു 2 കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 കപ്പ് തേങ്ങാപ്പാൽ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കടായി നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കി കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നാലും സവാള പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടത്തുള്ളൂ. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച് കിഴങ്ങ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കിഴങ്ങും അതുപോലെ വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കുക. സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങുന്ന വരെയുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ വലുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് ഇത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വടയ്ക്കുള്ള ഉഴുന്ന് പരിപ്പ് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, കാരണം കറിയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈസിൽ ചെറുതായിട്ട് നുള്ളിയിടാം. ചെറുതായിട്ട് വേണം ഈ മാവെല്ലാം നുള്ളിയിടാൻ. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് എല്ലാ സൈഡും നല്ലപോലെ മുരിഞ്ഞ് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. കറി വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ഡ്രൈ ആയതുകൊണ്ട് നമുക്കിത് കുറച്ച് ഈ കറി ഒന്ന് ലൂസായിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാൻ. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നാലേ കറി നല്ലപോലെ കുറുകി കിട്ടത്തുള്ളൂ. ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതെല്ലാം നല്ലപോലെ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറി നല്ലപോലെ തിളയൊക്കെ വന്ന് നന്നായിട്ട് കുറുകി നല്ല ഒരു പരുവത്തിനായിട്ടുണ്ട്. ഈ കറി എപ്പോഴും നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ട് വേണം വെച്ചെടുക്കാം. എന്നാലേ ഈ വടയൊക്കെ ഇടുമ്പോഴത്തേക്കും അത് നല്ലൊരു കറക്റ്റ് പരുവത്തിനായി കിട്ടത്തുള്ളൂ.
ഇനി നമുക്ക് ഇതിലേക്ക് വടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. എന്നാൽ ഈ വടയൊക്കെ കുതിർന്ന് നല്ല ഒരു കറക്റ്റ് ടേസ്റ്റായി കിട്ടത്തുള്ളൂ. ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.